അങ്ങനെ എടുക്കല്ലേ. നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. കാര്യം എന്താ പറയാ, എനിക്കൊരു കണ്ടന്റ് ഉണ്ടാക്കണേ ഒരാൾ കൂടെ വേണം, ഒരാൾ ഷൂട്ട് ചെയ്യാൻ വേണം, അങ്ങനെ വേണം. അങ്ങനെ എനിക്ക് അതിന്റെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, ലേഡിയാണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞ് ഹായ് വിനോദ് ബ്രോ. അപ്പൊ അവരെന്നോട് പറയുന്നത്, അവരടുത്ത് ഞാൻ ചോദിച്ചില്ല, അവരിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ പറഞ്ഞേ നമുക്കൊരു കണ്ടന്റ് ഉണ്ട്, വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ. നമ്മൾ അടുത്ത ഫ്രണ്ടാ, ഒരു വലിയ മക്കളൊക്കെ ഉള്ളത്, ലേഡിയാ, ഞാൻ നീളം കുറവ്, ഞാൻ കാണാനൊക്കെ കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞു ഞാൻ ചെയ്യാന്നൊക്കെ പറയും, ഞാൻ വരാനൊക്കെ പറഞ്ഞില്ല. നമ്മളെ ഇവിടെ കണ്ടന്റ് ഉണ്ട്, ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇരിക്കുക. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്താൽ നടക്കത്തില്ല, 2 പേര് 3 പേര് വേണം. അപ്പൊ എന്റെ ഒരു ഡയറക്ടറിന്റെ വീഡിയോ ഒരു ദിവസം പുള്ളുണ്ടായിരുന്നു, മോന്റെ കൂട്ടത്തിൽ. അപ്പൊ പുള്ളി നമ്പറൊക്കെ എടുത്തിട്ട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ആള് വേണ്ടേ, അത് അമ്മയെടുത്ത് പറ, എന്റെ വൈഫിന്റെ അടുത്ത്. ഞാൻ പറഞ്ഞ് ഫസ്റ്റ് ഇതൊന്നും ഇഷ്ടമല്ല. ആണോ? അയ്യോ ഇതൊന്നും ചേട്ടന് പാട്ടൊന്നും ഇഷ്ടമല്ലേ? പാട്ട് ഇഷ്ടമല്ല? ഇഷ്ടമല്ലെന്നല്ല, ഇങ്ങനെ ഞാൻ പാടുമ്പോ ഇങ്ങനെ കേട്ടിട്ട് തെറ്റ് പറയാണെങ്കിൽ ഇത് വഴി തെറ്റാ, അതങ്ങനെയല്ല വേണ്ട ഇങ്ങനെ. ഞാൻ പറയും ഓ ശരി, തെറ്റ് കണ്ടുപിടിക്കാൻ മാത്രം ഇയാൾ ഇരിക്കുന്നു, ഇതാ പണി. ഞാൻ ഇങ്ങനെ സെറ്റിൽ നിന്ന് പാടും, ഞാൻ പാടുമ്പോ അല്ലെങ്കിൽ അപ്പുറം വിളിക്കുക, ഇവള് ഇത് കേൾക്കും, മൈൻഡ് ചെയ്തില്ല. നമ്മള് പാടുന്ന നമ്മള് പ്രോത്സാഹനമൊന്നുമില്ല, മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് പാടും, പാടിയിട്ട് കുറച്ച് കഴിഞ്ഞ് ഓടി വരും, ഞാൻ എന്ത് പാടുന്നു, തെറ്റാണ്, അങ്ങനെയല്ല വരി. ഞാൻ പറഞ്ഞ് വരി അങ്ങനെയല്ല, ഞാൻ ടൂൺ അങ്ങനെ. ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് വളർന്നു വരുന്ന ചേട്ടന്റെ ഭാവിയാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് പിന്നെ അവരെ ബന്ധുക്കാരൊക്കെ സപ്പോർട്ടാണ്. ഞാൻ അവരെ പാട്ടൊക്കെ ചെയ്തിട്ട് അവർക്ക് വീഡിയോ അയച്ചു. ഇവരടുത്ത് പറയും എന്റെ മുഖമൊന്നും കാണില്ല, എന്റെ ഷോർട്ട് വീഡിയോ ഒന്നും കാണില്ല, അച്ഛാ എനിക്ക് കാണണ്ട. അവന്റെ ഈ കുറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, ഈ ഫ്രണ്ട്സുകളൊക്കെ ഇത് കണ്ടിട്ട് അവനെ കളിയാക്കും. അച്ഛാ അവന്മാരെല്ലാം കളിയാക്കും, അച്ഛൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത്. അവൻ അതിന് കളിയാക്കാൻ ഞാൻ ചെയ്യില്ല, നിർത്തിയത്. അതിനേക്കാളില്ല ഒരേത്തൊരു പിന്നെ സോഷ്യൽ മീഡിയ കിടന്ന് പിറകുന്നുണ്ടോ അവന്, അലൻ ജോസ് എന്നൊക്കെ പറഞ്ഞു. അവൻ ഇതൊക്കെ നോക്കിയിട്ട് എന്താ പറയാ, ഇത് ചേട്ട പറഞ്ഞേ, ഇതൊന്നും ചേട്ടന്റെ ചേച്ചി കേൾക്കുന്നില്ലല്ലോ. ഇല്ല അത് താഴെ ഇല്ല. ഇപ്പൊ താഴെ ഞാൻ വെളിയിക്കുക, അവിടെ കേൾക്കത്തില്ല. ഈ കഥ ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കും, ഒരു ഗായകന്റെ വഴിത്തിരിവ്, അങ്ങനല്ല, ഒരു ഗായകന്റെ രോദനം എന്ന് വേണം ഇടാൻ. അല്ല എനിക്ക് തന്നെ ഒരു കഥയുണ്ട്, സിനിമ ഉണ്ടാക്കും. എനിക്ക് എന്റെ കഥയുണ്ട്, സിനിമ ഉണ്ടാക്കും. ഭയങ്കരമായ കഥകളുള്ള ആളാണ് ഞാൻ. സിനിമ ഉണ്ടാക്കും. ഞാൻ ഗൾഫിലായിരുന്നു, സൗദിയിലായിരുന്നു. സൗദിയിൽ 3 ഹോട്ടലിന്റെ പ്ലംബിംഗ്, വയറിംഗ്, പിന്നെ എനിക്ക് ഡിസൈൻ വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ ഞാൻ അവിടെ ചെന്നിട്ട് കുറെ പഠിച്ച കുറെ കാര്യങ്ങൾ ചെയ്തായിരുന്നു. വൈഫൈ, AC മെക്കാനിക്കൽ അവിടെ ചെന്ന് പഠിച്ചതായിരുന്നു. പിന്നെ അവിടുത്തെ ലിഫ്റ്റ് ഓപ്പറേറ്റർ, ഇതെല്ലാം അവിടെ ചെന്ന് പഠിച്ചതാണ്, അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്ന് നാട്ടിൽ വന്നപ്പോഴാണ് അറ്റാക്ക് വന്നത്, പിന്നെ പോയില്ല. ഇവിടെ ഞാൻ പണിയെടുക്കുമായിരുന്നു, കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നത്, ഡിസൈൻ വർക്ക്, നമ്മൾ വീട്ടിനകത്തുള്ള ഡിസൈൻ വർക്കുകളൊക്കെ ഇല്ലേ, റോയൽ ഡിസൈൻ, വീട്ടിനകത്ത് മതിലിനകത്തൊക്കെ ചെയ്യൂലേ കുറെ ഡിസൈൻ, അത് ചെയ്യുന്നത്. ടെക്സ്ചർ പുട്ടി വർക്കുകൾ, ടെക്സ്ചർ പുട്ടി നമ്മളെ വീടിന്റെ വെളിയിൽ ടൈല് കണക്കൊക്കെ അങ്ങനെയൊക്കെ ഡിസൈൻ അതൊക്കെ ചെയ്തോണ്ടിരുന്നത്. പടമൊക്കെ വരയ്ക്കുമായിരുന്നു, പടം വരയ്ക്കുമായിരുന്നു. ചേട്ടനെ വളർത്തി വലുതാക്കാൻ വളം ഇട്ട് കൊടുക്കുന്ന ആൾക്കാരില്ല അവിടെ. സത്യം, ഞങ്ങളെ വീട്ടിൽ എന്റെ അച്ഛൻ അങ്ങനെ പറയായിരുന്നു. പക്ഷെ എന്റെ അമ്മ, ഞങ്ങൾ 5 പേരാ, അവരാരും പ്രോത്സാഹിപ്പിച്ചില്ല. ഞാൻ എന്റെ വൈഫിനെ പറയാം, എന്റെ വൈഫിന്റെ അനിയത്തിലൊരു മോളുണ്ട്, അവിടെ ഉണ്ട്, വന്ന് താഴെ വന്നാണ്. അപ്പൊ ഞാൻ അവിടുത്തെ പറഞ്ഞ, എന്റെ ഭഗവാനെ അടുത്ത ജന്മമെങ്കിലും ഒരു നല്ല ടാലന്റുള്ള പെണ്ണിനെ കിട്ടണേ. അവരോട് ഞാൻ പറയും എനിക്ക് അടുത്തൊരു ഒരു പ്രവാസിയുടെ ദീനരോധനം കൊള്ളാമോ സിസ്റ്റർ? പ്രവാസിയുടെ ദീനരോധനം വേണ്ട, പ്രവാസമൊക്കെ കഴിഞ്ഞ് ഇങ്ങ് വന്നു. ഇപ്പൊ ഒരു നടന്റെ, ഒരു എന്താ പറയാ, വളർന്നു വരുന്ന ഒരു കലാകാരന്റെ രോദനം എഴുതണം. അതെ, ഉണ്ടോ ഈ മുഖം, ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയി തന്നെ ഓർമ്മ കാണത്തില്ല. ഞാൻ വേണ്ടി മിമിക്രിയൊക്കെ പറഞ്ഞു. ഇപ്പൊ ആരും ഇപ്പൊ ചെയ്യാൻ ടൈമില്ല, അതാണ് ഏറ്റവും വലിയ. ഒരു വെടിക്കുള്ള പക്ഷി പുള്ളിയുടെ കയ്യിലുണ്ട്, പക്ഷെ അത് വളം ഇട്ട് കൊടുത്ത് വളർത്താൻ നമുക്കാരില്ല. ആരുമില്ല. ആരെങ്കിലും വളമായിട്ട് വരാമെങ്കിൽ ഞാൻ തഴച്ച് വളരാം. രതീഷേ കുഞ്ഞു കയറി വാടാ. ചേട്ടന്റെ ചേച്ചി ഒരു കലാകാരനെ ഇങ്ങനെ അടിച്ച് കുഴിയിലിടരുതേ. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, സകലകലാ വല്ലഭനാണ്. അതെ, ഞാൻ എല്ലാം ചെയ്തു. ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചത്, ഇലക്ട്രോണിക്സ് കടയുണ്ടായിരുന്നു. അന്ന് TV
LED TV മറ്റേ TV. പിന്നെ നമ്മള്